കാണപ്പെടുവാൻ അല്ലെങ്കിൽ കേൾക്കപ്പെടുവാൻ കഠിനമായി പരിശ്രമിക്കുന്ന ഇന്നത്തെ ലോകത്തിൽ പലപ്പോഴും അവഗണിക്കപ്പെടുന്ന ഒന്നാണ് സൈലൻസിൻ്റെ പവർ. ജീവിതത്തിൽ വിജയിക്കുന്നതിനായി, ദൈവികമായ ഗൈഡൻസ് ലഭിക്കുന്നതിനായി കഠിനമായി പരിശ്രമിക്കുന്നതിന് പകരം കുറച്ചു പറയുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നമ്മളിന്ന് നോക്കാൻ പോകുന്നു. അതെങ്ങനെ സക്സസിലേക്കും ഫിനാൻഷ്യൽ ഗ്രോത്തിലേക്കും ഡിവൈൻ ഗൈഡൻസിലേക്കും നയിക്കുന്നുവെന്ന് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നു. സൈലൻസ് എങ്ങനെ വിജയത്തിലേക്ക് നയിക്കുന്നു? നമ്മൾ നിശബ്ദതയിലായിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് കാര്യങ്ങളെ കൂടുതൽ മികച്ച രീതിയിൽ ആഴത്തിൽ പ്രോസസ്സ് ചെയ്യാൻ അവസരം കിട്ടുന്നു. സ്റ്റീവ് ജോബ്സ് വലിയ തീരുമാനങ്ങളെടുക്കാൻ തുടങ്ങിയിരുന്നപ്പോഴെല്ലാം നീണ്ട നിശബ്ദമായ നടപ്പിന് പോകുമായിരുന്നു അത്രേ. സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ നിരീക്ഷണത്തിലേർപ്പെടുന്നവർ വൈകാരിക ബുദ്ധിയും സാമൂഹിക അവബോധവും വളർത്തിയെടുക്കുന്നു. നിശബ്ദതയിലാണ് താൻ ഏറ്റവും പ്രൊഡക്റ്റീവ് ആകുന്നതെന്ന് ബറാക് ഒബാമ പറഞ്ഞിട്ടുണ്ട്. 4-5 മണിക്കൂറുകൾ അദ്ദേഹം ഒറ്റയ്ക്ക് സമയം ചിലവഴിച്ചിരുന്നു അത്രേ. ഇങ്ങനെയുള്ള ലീഡേഴ്സ് ലോകത്തിൽ മാസീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത് കുറെ സംസാരിച്ചുകൊണ്ടല്ല, മറിച്ച് ആദ്യം കേൾക്കുകയും അവസാനം സംസാരിക്കുകയും ചെയ്തുകൊണ്ടാണ്. മറ്റൊരു കാര്യം, നിശബ്ദത നമ്മുടെ പ്ലാനുകളെ സംരക്ഷിക്കുവാൻ സഹായിക്കുന്നുവെന്നതാണ്. വളരെ വേഗം നമ്മൾ നമ്മുടെ പ്ലാനുകളെ മറ്റുള്ളവരുമായി പങ്കുവച്ചാൽ അവർ നമ്മെ നിരുത്സാഹപ്പെടുത്തുകയും നമ്മുടെ പല ആശയങ്ങളെയും കവർന്നെടുക്കാനും സാധ്യതയുണ്ട്. നിശബ്ദത നമ്മുടെ സ്വപ്നത്തെ അതിൻ്റെ വേരുകൾ വളർന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ സംരക്ഷിക്കുവാൻ സഹായിക്കുന്നു. ആദ്യമേ തന്നെ എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരോട് വെളിപ്പെടുത്തിയാൽ നമ്മൾ അതിൽ നിന്നും പിന്മാറാനുള്ള സാധ്യത ഏറെയാണ്. രണ്ടാമതായി, നിശബ്ദത വെൽത്ത് ക്രിയേഷനിൽ സഹായിക്കുന്നുവെന്നുള്ളതാണ്. നിശബ്ദത പരിശീലിക്കുന്ന വ്യക്തികൾ പ്രവർത്തിക്കുന്നതിന് മുൻപ് ചിന്തിക്കുന്നവരാണ്. ഇത് മണി മാനേജ്മെന്റിൽ വളരെ പ്രധാനമാണ്. ആവേശത്തിന്റെ പുറത്ത് തീരുമാനങ്ങൾ എടുക്കുന്നത് ധനസമ്പാദനത്തിന്റെ ഏറ്റവും വലിയ ശത്രുവാണ്. മറ്റുള്ളവർ ഭയപ്പെട്ട് പാനിക്കാകുന്ന അവസരങ്ങളിൽ സമ്പന്നരായ ഇൻവെസ്റ്റേഴ്സ് നിശബ്ദമായി ഇരുന്ന് കാര്യങ്ങളെയെല്ലാം വിലയിരുത്തി ശാന്തമായി തീരുമാനങ്ങൾ എടുക്കുന്നവരാണ്. ദ മോർ യു ലിസൺ, ദ മോർ യു ലേൺ, ദ മോർ യു ലേൺ, ദ മോർ യു ഏൺ എന്നാണ് പറയപ്പെടുന്നത്. ഒപ്ര വിൻഫ്രി തന്റെ മുൻ സക്സസിന്റെ കാരണമായി പറയുന്നത് മറ്റുള്ളവരെ ആഴത്തിൽ കേൾക്കാനുള്ള തന്റെ കഴിവിനെയാണ്. എല്ലാവരും കേൾക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു. എന്റെ ജോലി ശരിയായി മറ്റുള്ളവരെ കേൾക്കുന്നതിനായി വേണ്ടുവോളം നിശബ്ദതയിലിരിക്കുക എന്നതാണെന്ന് ഒപ്ര പറയുന്നു. മറ്റൊന്നാണ്, നിശബ്ദത കോൺഫിഡൻസിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നുവെന്നുള്ളത്. ഇത് ആദരവിനും അവസരങ്ങൾക്കും കാരണമാകുന്നു. മൂന്നാമതായി, സൈലൻസ് ഡിവൈൻ ഗൈഡൻസിന് ദൈവികമായി നയിക്കപ്പെടുവാൻ കാരണമാകുന്നു. ദൈവത്തിന്റെ സ്വരം കേൾക്കപ്പെടുന്നത് നിശ്ചലതയിലാണ്. ബൈബിളിൽ പറയുന്നു, ഗോഡ് വാസന്റ് ഇൻ ദി എർത്ത് ഓർ ഫയർ ബട്ട് ഇൻ എ സ്റ്റിൽ സ്മോൾ വോയിസ്. മറ്റൊരു വാക്യത്തിൽ പറയുന്നു, ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. അതുകൊണ്ട് നിരന്തരം സംസാരിക്കുകയും ഡിസ്ട്രാക്റ്റഡ് ആവുകയും ചെയ്താൽ ഈ ചെറിയ സ്വരം കേൾക്കാൻ നമുക്ക് സാധിക്കുകയില്ല. സൈലൻസിലായിരിക്കുമ്പോൾ നമ്മളുമായി തന്നെ, നമ്മുടെ ട്രൂ സെൽഫുമായി നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുകയും നമ്മുടെ ട്രൂ സെൽഫിന് യോജിച്ച തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. മറ്റൊന്നാണ്, നിശബ്ദതയിലായിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വലിയ ബോധ്യം. നമ്മളെ തന്നെ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് സമയമാകുന്നതിന് മുൻപ് തന്നെ പുഷ് ചെയ്യുകയും ഫോഴ്സ് ചെയ്യുകയും ചെയ്യാതെ ശരിയായ സമയത്തിന് റൈറ്റ് ടൈമിനായി കാത്തിരിക്കണമെന്ന അവബോധം. ചിലപ്പോഴൊക്കെ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാത്തത് അത് നോ ആയതുകൊണ്ടല്ല, മറിച്ച് അതിന് സമയമാകാത്തതുകൊണ്ടായിരിക്കാം. ഇത് തിരിച്ചറിയാൻ നിശബ്ദത നമ്മെ സഹായിക്കുന്നു. അപ്പോൾ എങ്ങനെ ഈ നിശബ്ദതയെ നമുക്ക് സ്വായത്തമാക്കാം? അതിനായുള്ള ചില വഴികൾ താഴെ ചേർക്കുന്നു. ദിവസം ആരംഭിക്കുന്നത് നിശബ്ദതയിലാക്കാം. അതിനായി 10 മിനിറ്റെങ്കിലും മാറ്റിവെക്കാം. ഫോണോ മറ്റൊരു ഡിസ്ട്രാക്ഷനും ഇല്ലാതെ ശ്വസിച്ചുകൊണ്ട് ആയിരിക്കുക. മറ്റൊന്ന്, വൈകാരികമായി പ്രതികരിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ ഒന്ന് പോസ് ചെയ്ത് 5 വരെ എണ്ണിയ ശേഷം മൈൻഡ്ഫുള്ളായി റെസ്പോണ്ട് ചെയ്യാം. അടുത്തത്, സാധിക്കുമ്പോഴൊക്കെ സൈലന്റ് വാക്കിനായി പോകാം. മ്യൂസിക്കോ ഫോണോ ഒന്നും കൂടാതെ മനസ്സിനെ സ്വതന്ത്രമായി അലയുവാൻ അനുവദിക്കാം. അടുത്തത്, മറ്റുള്ളവരുമായി സംഭാഷണത്തിൽ ഏർപ്പെടുമ്പോൾ
സ്വയം പറയുന്നതിനേക്കാൾ മറ്റുള്ളവർ പറയുന്നത് കേൾക്കുന്നത് ഒരു ലക്ഷ്യമായി എടുക്കാം. മറ്റൊന്ന്, വൈകുന്നേരങ്ങളിൽ TV കണ്ടോ സോഷ്യൽ മീഡിയയിലായിരിക്കുന്നതിനോ പകരം നിശബ്ദതയിൽ അല്പസമയം ജേർണലിംഗ് ചെയ്യാൻ ശ്രമിക്കാം. സ്വയം ചോദിക്കാം, ഞാനിന്ന് എന്താണ് പഠിച്ചതെന്ന്. നിശബ്ദത വാക്കുകളെ തിരഞ്ഞെടുത്ത് ഉപയോഗിക്കുന്നതിലും ചിന്തകളിൽ ഇൻറ്റൻഷനൽ ആകുന്നതിലും ജ്ഞാനത്തിൻ്റെ സ്വരത്തിന് ചെവി കൊടുക്കുന്നതിലും അടങ്ങിയിരിക്കുന്നു. ആരോ പറഞ്ഞതുപോലെ, സൈലൻസ് ഇസ് നോട്ട് എംപ്റ്റി, ഇറ്റ് ഈസ് ഫുൾ ഓഫ് ആൻസേഴ്സ്. അടുത്തൊരു തവണ സൈലൻസിനെ നിറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ ഒന്ന് പോസ് ചെയ്യാം. അതിൽ പാവനമായ, സേക്രഡായ എന്തോ ഒന്ന് കാത്തിരിക്കുന്നുണ്ടാകും നമ്മുടെ മുന്നിൽ സ്വയം വെളിപ്പെടുത്തുന്നതിനായി.